കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
പിന്നെ കൊക്കോള കമ്പനി വരാത്ത മുന്നേ ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു. നെൽപ്പാടം, കപ്പ, കറുമ്പ്, നിലക്കടല അങ്ങനെയുള്ള കൃഷി ഭൂമിയായിരുന്നു. സ്വന്തം വീട്ടിൽ കിണറിരുന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും പൈസ കൊടുത്തിട്ടാണ് വെള്ളം മേടിച്ചാൽ കഴിക്കുന്നത്. കമ്പനി കെട്ടി ഈ കെട്ടിടം കെട്ടി നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അത് നനച്ചു കൊടുക്കാനൊക്കെ ഞങ്ങളെ പണി ചെയ്ത്. പത്രങ്ങളെ അതിൽ നിന്നിട്ടില്ല. ഈ മാധ്യമം പറയുന്ന പത്രമാണ് ആദ്യമൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടും നല്ല ഒരു ഇതായിരുന്നു. പിന്നെയാണ് വീരേന്ദ്രകുമാർ പോലുള്ള ആളുകളുടെ മാതൃഭൂമി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ പിന്നെയാണ് പിന്നെ പതുക്കെ വരാൻ തുടങ്ങിയത്. അതുവരെയൊന്നും വന്നിട്ടില്ല. മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 ആളുള്ളവിടെ 10 സ്ത്രീകളുള്ളവിടെ 5 സാരി കൊടുത്തിട്ട് ഇത്രയും ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം പറഞ്ഞാൽ അതെങ്ങനെയാണ് കൊടുക്കുക? ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. എൻ്റെ അമ്മ, അച്ഛൻ അവരൊക്കെ ചെറിയ പ്രായത്തിൽ, ഞാൻ 3ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അമ്മ മാത്രമാണ്. അന്ന് തൊട്ട് ജനിച്ച് വളർന്ന ഈ മണ്ണിലാണ് ഞങ്ങൾ ഈ കൊക്കക്കോളൻ്റെ സമരം ഒക്കെ വന്നതും അതിലൊപ്പം നിന്നതും സഹകരിച്ച് മുന്നോട്ട് പോയതെല്ലാം. ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്ന് ഓടി കളിച്ചതൊക്കെ. ഈ മണ്ണ് ഇവിടെ തന്നെയാണ്, ഈ ചുറ്റുഭാഗം തന്നെയാണ്. പിന്നെ കൊക്കോള കമ്പനി വരാത്ത മുന്നേ ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു. നെൽപ്പാടം, കപ്പ, കറുമ്പ്, നിലക്കടല അങ്ങനെയുള്ള കൃഷി ഭൂമിയായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി സ്ഥലങ്ങളായിരുന്നു. ഇവിടെ കുളം ഉണ്ടായിരുന്നു. കുളം ഇതൊക്കെ നികത്തിയിട്ടാണ് കമ്പനിയെ വന്നത്. കംപ്ലീറ്റ് നല്ല ജോലിയുള്ള കാലങ്ങളായിരുന്നു. എല്ലാവർക്കും അങ്ങനെ കൃഷിപ്പണിക്ക് പോകുന്ന ആളുകളല്ലേ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അന്നത്തെ നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവർ ഈ സാറ്റലൈറ്റ് മുഖാന്തരം വെള്ളം ഉള്ള ഏരിയ അവർ കണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ പരിസരത്ത് എന്നും വെള്ളം ക്ഷേമമേ വരാത്ത ഒരു സ്ഥലങ്ങളാണ്. അങ്ങനെയാണ് അവർ ഈ സാറ്റലൈറ്റ് മുഖാന്തരം കണ്ടിട്ടാണ് വെള്ളം ഇവിടെ കൂടുതലുണ്ട് എന്നുള്ളത് അവർ കണ്ടറിഞ്ഞിട്ടാണ് ഇതിനുള്ളിൽ ഇഷ്ടംപോലെ ബോർവെല്ലൊക്കെ അടിച്ചു. അവർ വെള്ളം എടുത്തത് അവരാണ് കൂടുതലും. ഇപ്പം എന്താ, നമ്മുടെ കിണറുണ്ട്, വെള്ളമുണ്ട്, കാഴ്ചയ്ക്ക് നല്ല വെള്ളം തന്നെയാണ്. അത് വായിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ രുചി വ്യത്യാസം അറിയുള്ളൂ. സ്വന്തം വീട്ടിൽ കിണറിരുന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും പൈസ കൊടുത്തിട്ടാണ് വെള്ളം മേടിച്ചാൽ കഴിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടിലാക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതായത് ഈ പരിസരത്ത് ചുറ്റുപാടുമുള്ള കംപ്ലീറ്റും ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി നൽകാം എന്ന് അവർ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ജോലി ചെയ്ത് ഏറ്റവും കൂടുതൽ പുറമെയുള്ള ആളുകളാണ്. ഈ ചുറ്റുപാടിലുള്ള ആളുകൾക്കൊന്നും അധികം ജോലി കിട്ടിയിട്ടുമില്ല, തന്നിട്ടുമില്ല. പുറം രാജ്യങ്ങളിൽ നിന്ന് ദൂരത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പണി ചെയ്തത്. പക്ഷേ അവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളറിയില്ലല്ലോ. കമ്പനി തുടങ്ങി ഒരു 6 മാസം പിന്നിടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ രുചിമാറ്റം മാറുകയും പിന്നെയാണ് സമരമൊക്കെ തുടങ്ങി. അങ്ങനെ ഇതായി 23 കഴിഞ്ഞ് 24ാമത്തെ കൊല്ലമാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ ഏപ്രിൽ 22 നിന്ന് 24ാം കൊല്ലം തുടങ്ങിക്കഴിഞ്ഞു. ഇനി നഷ്ടപരിഹാരം പറയണത് വാക്കിലും പേപ്പറിലും മാത്രമാണ് ഉള്ളത്. ഇനിയും നമ്മുടെ സർക്കാരുകൾ ഉറങ്ങി എണിച്ചിട്ടില്ല. ഇനിയും ഉറക്കത്തിൽ തന്നെയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി കെട്ടി ഈ കെട്ടിടം കെട്ടി നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അത് നനച്ചു കൊടുക്കാനൊക്കെ ഞങ്ങളെ പണി ചെയ്ത്. അന്ന് ഇങ്ങനെ അറിയില്ലല്ലോ, ജോലികൾ കിട്ടും
നമ്മുടെ പരിസരത്ത് വരുന്നത് നല്ലൊരു ഇതല്ലേ, തൊഴിലല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രത്തോളം ആകുന്നുള്ളത് വിചാരിച്ചില്ലല്ലോ. അത് അനുഭവപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത്. ഇത്രയും വെള്ളം ഡെയിലിയും ഊറ്റി ലക്ഷക്കണക്കിന് വെള്ളം ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി കാശുണ്ടാക്കി അവർ പോയി. കൊക്കക്കോള മറ്റേത് അടിക്കണതിലല്ല, ഞങ്ങൾക്ക് പണി കിട്ടിയത് പുല്ലും പൂച്ചെടികളും വെക്കാനുള്ള പണിയാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനത്തെ പണി മാത്രമേ ഇവിടെ പരിസരത്തുള്ള കുറേ ആളുകൾക്ക് കിട്ടി. ഗാർഡൻ വർക്കാണ്. ബാക്കിയുള്ള മറ്റേ കുപ്പികളും പ്രൊഡക്ഷൻ ചെയ്യുന്നതൊക്കെ വേറെ ആളുകളാണ്. പുറത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് അധികം പണിയില്ല. തീർച്ചയായിട്ടും സമരം തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, അതിന് മുന്നേ ഞങ്ങൾക്ക് വെള്ളക്ഷാമം വന്നു കഴിഞ്ഞു. കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് സൈക്കിളിലും മറ്റും തലയിലും കയറ്റിയിട്ടാണ് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് വെള്ളം ചുമന്ന് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്തും കുടിക്കാനൊക്കെ യൂസ് ചെയ്തത് വെള്ളം. അന്ന് വെള്ളം പണിക്കും പോകാൻ പറ്റില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. വെള്ളമുണ്ട്, ഇരുന്നാൽ ആ വെള്ളം എടുത്ത് ഭക്ഷണം ചെയ്താൽ തന്നെ ആ വെള്ളം ആ ചൂട്ടോടെ കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞ് ചൂടാറിയ ആ ചോറ് ഭക്ഷണം ഈ ചുണ്ണാമ്പ് പോലെയാവും. ചുണ്ണാമ്പ് പറഞ്ഞാൽ മനസ്സിലായ? അങ്ങനെ ആയിപ്പോവും. പിന്നെ പരിപ്പുകൾ ഇങ്ങനത്തെ സാധനമൊന്നും വേഗത്തില്ല ഈ വെള്ളത്തിൽ. പിന്നെ കിണറ്റുകാരും മറ്റേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാരൊക്കെ വന്നിട്ട് ഈ വെള്ളം യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. നേരത്തെയൊക്കെ മാസം ചെക്കപ്പിന് വന്നു. ഇപ്പോൾ ഈ പരിപാടിയായില്ല. അവർ കൊല്ലം കുറേ ആയില്ലേ, 23 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയുടെയും കിണറെന്ന് പറയാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഈ പരിസരത്ത് വിജയനഗർ കോളനിയിൽ ഇവിടെയൊക്കെ എല്ലാ വീട്ടുകളും കിണറുള്ളതാണ്. ഈ നമ്മുടെ വീട്ടിലത്തെ മാത്രമല്ല, ഇത് അപ്പുറത്തെ വീട്ടിലുണ്ട്, അത് അപ്പുറത്തെ വീട്ടിലുണ്ട്, അത് അപ്പുറത്തെ വീട്ടിലുണ്ട്. പിന്നെ പൊതുക്കിണറുണ്ട്, പഞ്ചായത്ത് കിണറുണ്ട്. അങ്ങനെ എല്ലാ കിണറ്റിലും ഇവിടെ മാത്രമല്ല പ്രശ്നം, ഈ കമ്പനീൻ്റെ ചുറ്റിലുമുള്ള എല്ലാ കിണറുകളിലുമുള്ള പ്രശ്നങ്ങളായതാണ്. കമ്പനി കാരണം തന്നെ, അത് ഉറപ്പായും 100% കമ്പനി കാരണമാണ്. എന്നാൽ ഞങ്ങളതിൽ പണി ചെയ്തത് കൊണ്ട് ഞങ്ങൾക്കറിയാം. പുല്ലും പൂച്ചെടികളും പ്രതിദിനം അവിടുത്തെ പിന്നെ ഈ കൊക്കക്കോള പോലെയുള്ള സാധനങ്ങൾ, പാനീയങ്ങൾ അടിച്ചതിൻ്റെ വേസ്റ്റ് വെള്ളമില്ലേ, അത് ETP പറയുന്ന വലിയ ടാങ്കുണ്ട്, അതിലിട്ടിട്ട് ഫിൽട്ടർ ചെയ്യും. ആ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ആ വേസ്റ്റ് ഉള്ള വെള്ളം കംപ്ലീറ്റ് പമ്പ് ചെയ്തിട്ട് ഉള്ള ചെടികൾക്കും പൂച്ചെടികൾക്കും നനച്ച് കൊടുക്കുന്നത് ഞങ്ങളുടെ പണിയാണ്. അതിൽ തന്നെ ഇങ്ങനത്തെ ചൊറിച്ചലും തലമുടി കൊഴിയലും ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ പണി ചെയ്ത് കൊണ്ടല്ല ഞങ്ങൾക്ക് അറിയണത്, ഇല്ലെങ്കിൽ അറിയത്തില്ല. ആ വെള്ളം ഡെയിലി ഭൂമിയിൽ ഇറക്കുന്നത് കൊണ്ട് ആ വെള്ളം ഉറവ് കംപ്ലീറ്റ് നമ്മുടെ കിണറുകൾക്ക് ബാധ ചെയ്തതാണ്. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് നാശമായത്. അതിൽ വേസ്റ്റ് കാർബൺ പോലുള്ള സാധനങ്ങൾ 2-3 കളറുണ്ടത്. മഞ്ഞയുണ്ട്, കറുപ്പുണ്ട്. അത് നല്ല വളമാണ് പറഞ്ഞ് കൊടുത്ത ആ സാധനം കൊണ്ട് ഇട്ട ഭാഗങ്ങളിലും കൂടെ ഈ വെള്ളം മഴ പെയ്തിട്ട് ഭൂമിയിൽ ഇറങ്ങില്ലേ, അത് അവരുടെ കിണറും കൂടി ഇതുപോലത്തെ നാശം ആയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പറയാം. അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് പുറത്താക്കിയത് തന്നെ. ഇല്ല, അത് കുറേ കാലമൊന്നുമില്ല, അത് നിർത്തി പെട്ടെന്ന്. ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് കൃഷിക്കാർ തന്നെ മനസ്സിലായി. എല്ലാവരുടെ വെള്ളവും ചീത്തയായപ്പോൾ ഇങ്ങനത്തെ ഇടാൻ പാടില്ല എന്നുള്ളത് കൃഷിക്കാർ തന്നെ മനസ്സിലാക്കി. സമയം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചു.
തുടക്കത്തെ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചു. പണിയല്ല വലുത്, ജോലിയല്ല വലുത്, നമുക്ക് കുടിയിരിപ്പും നിലനിൽപ്പല്ലേ, അതുകൊണ്ട് നമുക്ക് ജോലി വലുതല്ല പറഞ്ഞ് ഞങ്ങൾ നിർത്തി. ഞങ്ങളൊരു ചർച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. കോസൽ റാമൻ പറയുന്ന ഒരു മാനേജരായിരുന്നു അന്ന്. സമരം തുടങ്ങിയ ശേഷമാണ് ഒരു ഇതിന് പോയത്. ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു, ആൾ പുള്ളി തന്നെ പറഞ്ഞതാ, ഈ കമ്പനി എവിടെ സ്ഥിതി ചെയ്താലും ആ പരിസരത്ത് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ എത്രയോ പറഞ്ഞു, അത് ഓർക്കണില്ല, ഇത്രയും ദൂരമുള്ള വെള്ളം ചീത്തയാകുന്നുള്ള അയാൾ തന്നെ പറഞ്ഞതാണ്. ഇപ്പോഴും 38 ഏക്കർ സ്ഥലമാണത്. അത് ഇപ്പോൾ നഷ്ടപരിഹാരം തരാൻ പറ്റാണ്ടല്ല, അമേരിക്കക്കാർക്ക് തരാൻ പറ്റും. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കെ കൃഷ്ണൻകുട്ടി, നമ്മുടെ മന്ത്രിയുണ്ടല്ലോ ഞങ്ങളുടെ പഞ്ചായത്തിൽ, ഇപ്പോൾ ആ സ്ഥലം ഗവൺമെൻറ്റിന് കൈമാറി പറഞ്ഞ് അവർ വിട്ടിട്ട് പോയതാണ്. ആ 38 ഏക്കർ. ഒരേക്കറയ്ക്ക് 1 കോടി രൂപയായാലും 38 കോടിയേ ആയിട്ടുള്ളൂ. അത് എവിടെ എത്തൂല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ നഷ്ടപരിഹാരം ഞങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതല്ല, ഇത് സർക്കാർ തന്നെ നിയമിച്ച ഉന്നതാധികാര സമിതിയിൽ നിന്ന് അവർ കണ്ടെത്തിയ എമൗണ്ടാണ് നമ്മൾ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നത്. ഇത് 23 കൊല്ലമായിട്ട് ഇനിയും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഒരു ഇത് തന്നെ. എന്താ അത്, അവർക്ക് സർക്കാർ 4-ാം കൊല്ലത്തേക്ക് ഇപ്പോൾ എത്രയോ കോടികൾ ചിലവാക്കിയിട്ടുണ്ട്. ഇത്രയും തൂർത്തടിക്കാനുള്ള കാശൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കാനുള്ള കാശ് കണ്ടെത്താൻ ഇനിയും ഈ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര നാണക്കേടായ ഒരു ഇത് തന്നെയാണ്. ജനതകൾ ഇവിടെ ഗുണ്ടായുസത്തിലുള്ള ഒരിതാണ്. തല്ലുപടി, വെട്ട്, കുത്ത് പറയണത് ഇവരാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും മുന്നോടിയായിട്ട് ആളുകളെ വെച്ചിട്ടുള്ളത്. ഈ ഒരു പഞ്ചായത്ത് മാത്രം തന്നെ മാറാണ്ട് നിലനിൽക്കുന്നത്. ഒരു പാർട്ടി മാറി ഭരിച്ചാലേ ആ ഭരണം ചെയ്യാവുള്ളൂ. അത് മാറാത്തത് കൊണ്ട് ഇവരേ തന്നെയാണ്. ഈ ഒരു പഞ്ചായത്ത് മാത്രം അങ്ങനെയാണ്. അന്ന് എല്ലാ ജനറൽ വിഭാഗക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആദിവാസികൾ മാത്രമല്ല, ഈ പരിസരത്തെ എല്ലാ ആളുകളും സഹകരണ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ മയിലമ്മ, എൻ്റെ അമ്മ അങ്ങനെയുള്ള ആളുകളൊക്കെ മുൻനിരയിൽ നിന്നപ്പോഴാണ് അന്ന് സമരം ചെയ്യാൻ CK ജാനാണ് വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. അത് നമ്മുടെ വെള്ളമേ നാശമാക്കി. പിന്നെ അവർക്ക് മാത്രം വെള്ളം കൊണ്ടുവന്നിട്ട് പിന്നെ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുക? അതുകൊണ്ട് ടാങ്കർ ലോറികൾ കാറ്റയച്ച് വിട്ടു, വെള്ളം തുറന്നു വിട്ടു. അതുമാത്രമല്ല, ഈ കൊക്കക്കോളയുടെ ബോർഡ് ഇവിടുന്ന് വഴിത്താവളം വരെ മീനാക്ഷിപുരം വരെയുള്ള കടകളുടെ ഫ്രണ്ടിൽ കംപ്ലീറ്റും ബോർഡുകളുണ്ടായിരുന്നു. കംപ്ലീറ്റ് അടിച്ചു പൊടിച്ചെടുത്തു. അങ്ങനെയാണ് ഈ പരിസരത്ത് എവിടെയും കൊക്കക്കോള ബോർഡ് കാണാത്തത്. ഇല്ലെങ്കിൽ അറിയാം, കടകളിലൊക്കെ കൊക്കക്കോള ബ്രിഡ്ജാണ് കൊടുത്തത്. അവർക്ക് കച്ചവടം മാത്രമല്ലേ വേണ്ടുള്ളൂ. 10 ജനം ഉണ്ടെങ്കിൽ അവർക്ക് 10 രൂപ കിട്ടുകയുള്ളൂ. അന്ന് ഇവിടെയൊക്കെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എന്നും ഇവിടെ നേരം വെളുത്ത രാത്രി കംപ്ലീറ്റ് 10-11 മണി വരെ തിരക്ക് ഇരുന്നുകൊണ്ടേയിരിക്കും. കടയുണ്ടാകും, അതേ ഹോട്ടലുകൾ. ഇപ്പം ഇരിക്കുന്ന 1-2 കടകളല്ല, അന്ന് നിറയെ ഹോട്ടലാണ് ഇവിടെ ഫ്രണ്ടിൽ. നമ്മുടെ സമർപ്പന്തലിൻ്റെ ഇപ്പുറത്ത് കംപ്ലീറ്റും ഹോട്ടലുകളാണ്. തുടക്കത്തിൽ അവരാരും വന്നില്ല, പത്രങ്ങളെ അതിൽ നിന്നിട്ടില്ല. ഈ മാധ്യമം പറയുന്ന പത്രമാണ് ആദ്യമൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടും നല്ല ഒരിതായിരുന്നു. പിന്നെയാണ് വീരേന്ദ്രകുമാർ പോലുള്ള ആളുകളുടെ മാതൃഭൂമി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ പിന്നെ പതുക്കെ വരാൻ തുടങ്ങിയത്. അത് വരെയൊന്നും വന്നിട്ടില്ല, മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലോകം വെച്ചോടും BBC ലണ്ടനിൽ അവിടെ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സ്മിത്ത്,
അറിയുന്ന ആളാണ് ലോകം അറിയിക്കാൻ പറ്റിയത്. പിന്നെയാണ് BBC-യിലൊക്കെ അങ്ങനെയേ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ലോകം കംപ്ലീറ്റ് അറിയുന്നത്. അമ്മ സ്കൂളിൽ പോയിട്ടൊന്നും വിദ്യാഭ്യാസം പറയുന്ന സാധനം അമ്മയ്ക്കില്ല. ഒക്കെ സ്വയം നാട്ടറിവ് തന്നെയാണ്. പഠിപ്പറിവ് പറയുന്നത് തിയറിയുമില്ല, പേര് മാത്രം എഴുതും. പിന്നെ പേര് മാത്രം എഴുതും. ബാക്കി എല്ലാ ആളുകളുടെ അടുത്തും പിന്നെ അത്ര മുഖം കറുത്തുള്ള സംസാരിക്കില്ല. എന്നും ഒരു ചിരിച്ച മുഖത്തോടെ സംസാരിക്കുന്ന ഒരു രീതിയാണ്. അമ്മ നേരത്തെ കഞ്ഞിയാണ് നമ്മുടെ ഇവിടെ തന്നെയാണ് ഇത്, ഈ പെരയല്ല, നേരത്തെ ഓട്ട് പെരയായിരുന്നു. അതിൽ കഞ്ഞി വെച്ചിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിലെ വന്ന് കഞ്ഞി കുടിക്കാറ് പതിവ്. കഞ്ഞിയും ചമ്മന്തിയും അങ്ങനെ ഇരുന്നാണ് അമ്മ ഇതിൽ വന്നത്. നമ്മുടെ വെള്ളം, നമ്മുടെ മണ്ണ്, നമ്മുടെ ജലം കേടുവരാണ്ട് കാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള ഒരു ചിന്ത അമ്മയ്ക്ക് അത് വന്നു. അങ്ങനെയാണ് അത് എങ്ങനെയാ പറയും അമ്മ, ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി എന്നുള്ളത്. അങ്ങനെയാണ് അമ്മൻ്റെ ഇത്. ഇന്നും അമ്മ പിന്നെ ദേഹം മാത്രം മൺമറഞ്ഞു പോയുള്ളൂ, പക്ഷേ ഇന്നും ജീവനോടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകും. ഒരു കാര്യം നടത്തുന്ന സമയത്ത് പിന്നെ സമർത്ഥനെ പൊഴിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ വേറെ ആളുകൾ ചെയ്തിട്ടുമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 10 ആളുള്ളവിടെ, 10 സ്ത്രീകളുള്ളവിടെ 5 സാരി കൊടുത്തിട്ട് ഇത്രയും ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം പറഞ്ഞാൽ അതെങ്ങനെയാണ് കൊടുക്കുക? അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മനെ ഭിന്നിപ്പിച്ച് അങ്ങനെ സമരത്ത് നിന്ന് കുറച്ച് മാറി നിന്നു, വിട്ടുനിന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതമൊക്കെ അനുഭവിച്ച് തന്നെയാണ് അമ്മ. അങ്ങനത്തെ സമരത്തിനെ പൊളിക്കാൻ പല ആളുകളും തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കഥകളാണ് അതൊക്കെ. ഉണ്ടായിരുന്നു, അങ്ങനെ കഷ്ടപ്പാട് ഒരുപാടുണ്ടായിരുന്നു. 10 സ്ത്രീകളുണ്ട് പറഞ്ഞാൽ 5 സാരി കൊടുത്തിട്ട് 10 ആൾക്ക് വീതിച്ച് കൊടുത്തു പറഞ്ഞാൽ എങ്ങനെ കൊടുക്കും? അങ്ങനെ ഓരോ നമുക്ക് ഓപ്പോസിറ്റ് കൂടെ ഇരുന്നിട്ടേ ഉള്ള ആളുകളുണ്ടായിരുന്നു. അന്ന് പല പാർട്ടിക്കാരും ആദ്യമൊക്കെ വന്നിട്ടില്ല. പിന്നെ ലോകം മുച്ചൂടെ അറിഞ്ഞ ശേഷമാണ് പിന്നെ ഓരോ ആളുകളും ഇതിൽ വന്ന് കൂടിയത്. CPM ഇങ്ങനെ പല പാർട്ടി ആളുകളും പിന്നെയാണ് വരുന്നത്. അന്ന് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ച ആ വ്യക്തികളൊക്കെ ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഈ സമരം ചെയ്യുന്നത് തന്നെ ഈ പ്ലാച്ച് മുടക്കാറല്ല, പുറമേ ഇരുന്ന് വരുന്ന ആളുകളാണ് എന്നുള്ള ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണൻകുട്ടി പോലുള്ള മന്ത്രിമാരെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്. ഈ സമരം തുടങ്ങുമ്പോൾ കമ്പനിക്കാരും ഓപ്പോസിറ്റായിട്ടുള്ള കമ്പനിയിൽ വർക്കേഴ്സുകൾ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സമരം ചെയ്തുകൊണ്ടിരുന്നെന്ന്. നമ്മുടെ പന്തലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂലിക്കാണ് സമരം ചെയ്തത്, ഞങ്ങളെ കൂലിക്കല്ലല്ലോ. ഞങ്ങൾ അന്നാട് പണിയുള്ളവർ പണിക്ക് പോകും, പണിയില്ലാത്തവർ സമരപ്പന്തലിലിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കടന്നു പോയത്. അന്നൊക്കെ എന്നും ആളുകൾ തിരക്കായിരിക്കും. ഇന്ന് അങ്ങനെ ഇല്ല. ഇപ്പോഴൊക്കെ കിസാപ്പ് അത് ഇതും പറഞ്ഞിട്ടൊക്കെ കടങ്ങൾ, ലോണുകൾ എടുത്ത് അത് കെട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സമ്മർദ്ദം നോക്കി നിന്നാൽ ഇനി നമ്മളെ കടം കെട്ടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഓടുകയാണ്. നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഭിന്നിപ്പിക്കാൻ കാരണം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പല രാഷ്ട്രീയക്കാരും അവരുടെ മുതലെടുപ്പാണ്. അവർക്ക് വേണം ഈ 10 ആൾ കൂടുമ്പോൾ അവർ എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലി പിരിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ മനസ്സാണ് അവർക്കുള്ളത്. അവർ പോളിറ്റിക്സ് അവർക്കറിയാമല്ലോ ആളുകളുടെ മനസ്സെങ്ങനെയാണെന്നുള്ളത്. നമ്മൾ സാധാരണക്കാർക്കൊന്നും അറിയില്ല.
അമ്മയ്ക്ക് സോറിയാസിസ് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ വലപ്പായ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ആശ്രമം പോലെ ഒരു സാമിൻ്റെ ഇതുണ്ട്. അവിടെയാണ് നോക്കിയിട്ടിരുന്നത് ദേഹം കംപ്ലീറ്റ്. പിന്നെ അവിടെ നിന്ന് ചേട്ടൻ മാലയിട്ടുണ്ടായിരുന്നു, ശബരിമലയ്ക്ക് മാലയിട്ടു. അത് കെട്ടുന്നരക്കായിട്ട് അവിടെ നിന്ന് വന്നതാണ് ആൾ. മൂപ്പറിനെയും വിളിച്ച് വന്ന് പിന്നെ കെട്ടുന്നര കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള രീതിയിൽ കൂട്ടിയിട്ട് വന്നു. അന്ന് വൈകുന്നേരം തന്നെ ആൾ പെട്ടെന്ന് പോയി. അത് ചേട്ടൻ്റെ വീട്ടിലാണ്. അങ്ങനെ പോയി. പിന്നെ അവിടെ നിന്ന് ബോഡി പിറ്റേ ദിവസം സമർപ്പന്തലിൽ കൊണ്ടുവന്നു. സമർപ്പന്തലിൽ ഉള്ളിൽ നമ്മുടെ ആളുകൾ തന്നെയാണ്, ഉള്ളിൽ കടത്താൻ പാടില്ല പറഞ്ഞ ബോഡി. പിന്നെ ഫ്രണ്ടിൽ തന്നെ കമ്പനി ഗേറ്റ് ഫ്രണ്ടിൽ തന്നെ ആ മരത്തിൻ്റെ തണലിൽ ബെഞ്ചിയിട്ട് കിടത്തി. അവിടെ തന്നെയാണ് വീരേന്ദ്രകുമാർ വരുന്ന വരെ അവിടെ ഇരുന്നു. വീരേന്ദ്രകുമാർ വന്നു, MP. പിന്നെ മസ്ഥാനം വരെ നടന്നു, മൂപ്പറും ചേർന്ന് നടന്നു പോയി. ആത്മാവ് സമർപ്പന്തയിൽ തന്നെ ഇരിക്കും എന്നുള്ള ഒരു ഇവിടെയുള്ള ജനങ്ങളായിട്ടുള്ളൊരു വരുത്തി തീർത്ത ഒരു സംഭവമാണത്. വേറെ വലിയൊരു ഇഷ്യൂ. പിന്നെ നമ്മുടെ ഉള്ള ആളുകളും സമരസമിതിയും ഞങ്ങളുടെ പിന്നെ സുഹൃത്തുക്കളും എല്ലാം ചെയ്ത് അങ്ങനെ സ്റ്റോപ്പാക്കി. അത്രയും അവിടെയൊക്കെ അവാർഡ് 50,000 പറ്റി തന്നത് അമ്മ ഒറ്റയ്ക്ക് വെച്ചെന്നുള്ള ഒരു ഇതാണ്. അത് ഒറ്റയ്ക്കല്ല വെച്ച്, അത് ഇങ്ങനെ വരുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനും ഉപ്പേരി ഉണ്ടാക്കാൻ പയർ, അത് ഇത് കായ്കറി, പിന്നെ ഫോൺ ബില്ലുകൾ, ഇങ്ങനെയുള്ള സാധനമൊക്കെ കെട്ടി കഴിഞ്ഞതാണ്. അതിന് അമ്മ മാത്രമേ വെച്ചു എന്നുള്ളൊരു ജനങ്ങളായി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു സംസാരമാണ്, അത് വേറൊന്നുമല്ല. അങ്ങനെ തന്നെ ഒരാൾ സമർപ്പന്തലിൽ കിടന്ന ഒരാളോ രണ്ടാളോ ഇരുന്ന ആൾക്ക് ഭക്ഷണം ഹോട്ടലിലാണ് അയാൾക്ക് ഭക്ഷണം. പിന്നെ അതൊക്കെ അമ്മയാണ് കൊടുത്ത് അവസാനിപ്പിച്ചത്. അതും ഫോൺ ബില്ലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മയാണ് അതൊക്കെ കൊടുത്ത് തീർത്ത്. വേറൊന്നും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പൈസ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റായിട്ട് എത്രയുണ്ടായിരുന്നു? 15,000 റുപ്യ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ ലാസ്റ്റ്. ബാക്കിയൊക്കെ അമ്മ തന്നെ കടം കൊടുത്ത് കഴിഞ്ഞ് തീർത്തു. ഞങ്ങളെ പെറ്റ മക്കൾക്കും കൂടി 10 പൈസ തരില്ല അമ്മ. പിന്നെ വേണ്ട, എവിടെയെങ്കിലും പോകണം 10 രൂപ ഇല്ല അമ്മ പറഞ്ഞ് തരില്ല. അതൊക്കെ അവിടുത്തെ അതിൽ ചേരുന്ന പൈസയാണ്, അവിടെ കൊടുക്കേണ്ട പൈസയാണ്. നമ്മൾ അതിലെടുത്ത് ചിലവാക്കാൻ പാടില്ല എന്ന് പറയുള്ളൂ. ഇങ്ങനെയുള്ള ഒരമ്മ എങ്ങനെ പൈസ എടുത്തിട്ട് തിരിമറി ചെയ്യുമോ? ആലോചിച്ച് നോക്കി.